കഴിയും. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ Hallelujah, praise the Lord, hallelujah, stotram, 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 hallelujah, 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 praise the Lord, stotram, 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 hallelujah. കടന്നു വന്ന എല്ലാവർക്കും hallelujah ക്രിസ്ത്യൻ ചർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്ന, പ്രത്യേകിച്ച് യൂത്ത് മീറ്റിംഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതിന് വേണ്ടി വേദിച്ചാരെ ക്ഷണിക്കുന്നു. വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, എനിക്ക് രഹിതമാകുന്ന ഈ ഞായറാഴ്ചയുടെ പലകാലത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു മാസത്തിന്റെ ആരംഭം മുതൽ ഈ അവസാന ദിവസം വരെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു പരിപാലിച്ചു വരാവുന്ന യോഗത്തിനൊക്കെ ഞങ്ങളെ വിടുവിച്ചു. ജീവനുള്ളവരുടെ ദൈവനെന്ന് ലോകത്തെ കർത്താവേ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു സാക്ഷിയായി നിൽപ്പാൻ ഇന്നുപോലെ കാലം ദൈവം ഞങ്ങളെ ഇടയാക്കിയതായി ദൈവം സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കടന്നുവന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷം പലകാലത്തെ യൂത്ത് മീറ്റിംഗിനായി സ്തോത്രം ചെയ്യുന്നു. നല്ല മക്കളെ ദൈവം അനുഗ്രഹിക്കണമേ. പാടുവാനും പ്രാർത്ഥിക്കുവാനും നല്ല വചനം കർത്താവെ കേൾക്കുവാനും ദൈവം ഇടയാക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ സഭയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും കർത്താവ് ഞങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കരുതുന്ന പ്രവചിക്കാനും ദൈവം സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ കലത്തിലെ ആ ദേശം കൂടി കുറയാതെ, അരണിയിലെ എണ്ണ ഒട്ടും കുറയാതെ ദൈവം ഇടംപ്രതി ഞങ്ങളെ നടത്തുന്നു. ഓരോ ദിവസം ഞങ്ങൾക്ക് വേണ്ട കർത്താവ് മന്നാതെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അങ്ങ് പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
സദൃശവാക്യങ്ങൾ 20-ാം അധ്യായം. സദൃശവാക്യം 20-ാം അധ്യായം. ഈ പരിഹാസിയും മദ്യകലാകാരങ്ങളാകുന്നു. അതിനാൽ ചാഞ്ചാലിതാക്കുന്ന ആരും ജ്ഞാനിയാകില്ല. രാജാവിന്റെ ഭീഷണം സിംഹഗർജനം പോലെ അവയെ ഗോപിക്കുന്നവൻ തന്റെ പ്രാണനോട് ദ്രോഹം ചെയ്യുന്നു. വ്യവഹാരം ഇരിക്കുന്നത് പുരുഷന് കാണാം, എന്നാൽ ഏത് ദോഷനും ക്ഷണകൊള്ളും. മനുഷ്യൻ ശീതം എന്തുകൊണ്ടിരിക്കുമ്പോൾ വെതുകാലത്ത് ഇറങ്ങിയിരിക്കും. ഒന്നും പിടുകയുമില്ല. മനുഷ്യന്റെ ഹൃദയത്തിന്റെ ആലോചന ആഴങ്ങളുള്ളവണ്ണം വിവേകമുള്ള പുരുഷനോട് പോലെ എടുക്കും. മനുഷ്യൻ തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും, എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആകേണ്ടത്. പരമാവധി നടക്കുന്ന നീതിമാൻ അവന്റെ ശേഷം അവന്റെ മക്കളെ ഭാഗ്യവാന്മാരും. ന്യായസനത്തിരിക്കുന്ന രാജാവ് തന്റെ കണ്ണുകൊണ്ട് സകലദോഷത്തെയും വിരിക്കളയുന്നു. ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാവം ഒഴികൽപരനായിരിക്കുന്നു എന്നാർക്ക് പറയാം. രണ്ടുതരം തൂക്കവും രണ്ടുതരം അളവും രണ്ടുതരം പോലെ ഒഴുകി വരുന്നവർ പാടിയതിൽ നിങ്ങളാൽ തന്നെ അവന്റെ പ്രവൃത്തി എഴുപ്പും നേരിടുന്നതുമാകുന്നു എന്നറിയാം. കേൾക്കുന്ന ചെവി കാണുന്ന കണ്ണീങ്ങൾ രണ്ടുമേ കോവയുണ്ടാക്കി. ക്രിസ്തേശു നൽകും
Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Hallelujah. സ്തോത്രം.
ഹല്ലേലൂയ. നാം നിന്നതല്ല, ദൈവം നമ്മെ നിർത്തിയതാണ്. ഹല്ലേലൂയ. വിശ്വാസമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മെ ദൈവം നിർത്തിയതാണെന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് വീണ്ടും ഒരു പാട്ടൂടെ പാടി ദൈവത്തെ ആരാധിക്കാം. കരങ്ങളെ ചേർത്ത് വെച്ച് പാടാം.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവങ്ങൾക്കും ഹല്ലേലൂയ ദേവദാസനും വിട്ടുപരുന്നനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും ഹല്ലേലൂയ ഒരു വിശുദ്ധ പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ വലിയവനായ ദൈവം വീണ്ടും ഒരു അവസരം കൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്നതിനാൽ ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം, അതിന്റെ അവസാനത്തെ ആ ഭാഗം വായിക്കുകയാണ്. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വചനം. അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സുകളെക്കാളും നല്ലത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ അനുസരണത്തെ പറ്റി മാത്രം ഹല്ലേലൂയ ചില കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അനുസരണമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ദൈവത്തെ അനുസരിക്കുക, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുക, ദൈവവചനത്തെ അനുസരിക്കുക. ഹല്ലേലൂയ. അതിനെ ഉദാഹരണം പെട്ടെന്ന് ഒന്ന് ഓടിച്ചെന്ന് ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാവുന്ന ഹല്ലേലൂയ ഒരു കഥയാണ് യോനയുടെ കഥ. ഹല്ലേലൂയ. യോനയ്ക്ക് ദൈവത്തിന്റെ കൽപ്പന ഉണ്ടായി. എന്താ ദൈവത്തിന്റെ കൽപ്പന ഉണ്ടായത്? നീ ചെന്ന് മഹാനഗരമായ നിനവിലേക്ക് ചെന്ന് അതിന് വിരോധമായി എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. എന്തിനാ പ്രസംഗിക്കേണ്ടത്? നിനവിയിലുള്ള ആൾക്കാർ ഹല്ലേലൂയ അവരുടെ ദുഷ്ടത വലിയതാണ്. അവരുടെ ദുഷ്ടത വലിയതായതുകൊണ്ട് ഹല്ലേലൂയ അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കണം. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അവിടെ പോയി അതിന് വിരോധമായി പ്രസംഗിക്കണം. 40 ദിവസത്തിനകം ഹല്ലേലൂയ നിനവയെ ദൈവം എന്ത് ചെയ്യും? നശിപ്പിച്ചു കളയും. ഈ ഒരു ഹല്ലേലൂയ കാര്യം നീ എന്ത് ചെയ്യണം? അവിടെ പോയി പ്രസംഗിക്കണം. ഇത് കേട്ട യോന എന്താ ചെയ്തത്? അനുസരിച്ചോ? യോന അനുസരിച്ചില്ല. ദൈവത്തിന്റെ കൽപ്പന കേട്ട യോന എന്ത് ചെയ്തു? അവിടെ നിന്ന് കൂലി കൊടുത്ത് തർസിസിലേക്ക് പോകുന്ന ഒരു കപ്പലിലേക്ക് കയറി ഹല്ലേലൂയ അതിൽ പോയി അടിത്തട്ടിൽ പോയി കിടന്ന് ഉറങ്ങി, സുഖമായി കിടന്നുറങ്ങി. ഹല്ലേലൂയ. അപ്പോൾ ദൈവം വെറുതെ വിടുകയോ? ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കേണ്ടവർ അനുസരിക്കാതിരുന്ന ദൈവം വെറുതെ വിടുമോ? ഹല്ലേലൂയ. എത്ര വലിയവനായാലും ദൈവം അവനെ വെറുതെ വിടത്തില്ല. ദൈവം അവനെ പിടിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം ചിന്തിക്കേണ്ട കാര്യം, നാം എത്ര ഹല്ലേലൂയ ദൂരെ സഞ്ചരിച്ചാലും, ദൈവത്തിന്റെ വഴി വിട്ട് നാം മാറിപ്പോയാലും ഹല്ലേലൂയ എന്താ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്, പ്രതികൂലങ്ങൾ വരുന്നത്, സങ്കടങ്ങൾ വരുന്നത് എന്തിനാ? നമ്മെ നശിപ്പിച്ചു കളയുവാനാണോ? നമ്മെ ഓർമ്മിക്കുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. നാം ദൈവഭാഗത്തേക്ക് മടങ്ങി വരുവാനാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദുഃഖങ്ങളും കഷ്ടങ്ങളും നിരാശകളും കടന്നു വരുന്നത്. ദൈവത്തിന്റെ കൽപ്പന വിട്ട് മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. ആ കപ്പലിൽ അനേക യാത്രക്കാരുണ്ടായിരുന്നു. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ നാം ഇപ്പൊ ഇവിടുന്ന് തിരുവല്ല വരെ ഒരു ബസ്സിൽ കയറിയാൽ ഹല്ലേലൂയ എത്രയോ ആൾക്കാരുണ്ട്. എവിടുന്നെല്ലാം കയറിയവരുണ്ട്, എത്രയൊക്കെ ജാതികളിൽപ്പെട്ടവരുണ്ട്. എല്ലാവരും ക്രിസ്ത്യാനികളാണോ? എല്ലാവരും പെന്തിക്കോസ്തുകാരാണോ? ഹല്ലേലൂയ. പല ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ കപ്പലിലും അതുപോലെ തന്നെ ഹല്ലേലൂയ അനേക ആൾക്കാരുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലേക്ക് പോകുന്നവര്, വർഷങ്ങൾക്ക് ശേഷം മാതാപിതാക്കളെ കാണാൻ പോകുന്നത്, സഹോദരങ്ങളെ കാണാൻ പോകുന്നവര്, വ്യാപാരം ചെയ്യുന്നവര്, അങ്ങനെ അനേകര് ഈ കപ്പലിൽ യാത്ര ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ദൈവം ചെയ്തു ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. കപ്പൽ തകർന്നു പോകത്തക്ക രീതിയിൽ വലിയൊരു കാറ്റടിപ്പിച്ച് ഹല്ലേലൂയ കപ്പൽ ആടി ഉലയാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്ത് ചെയ്യാൻ പറ്റും? നടുക്കടലിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം. നടുക്കടലിൽ കിടക്കുന്ന ഒരു കപ്പലിന്റെ അവസ്ഥ, നശിച്ചു പോകത്തക്ക രീതിയിൽ തിരമാലകൾ അതിൽ ആഞ്ഞടിക്കുമ്പോൾ അതിനകത്തുണ്ടായിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എങ്ങനായിരിക്കും? മരണത്തെ മുഖാമുഖം കാണുകയാണ്. ഹല്ലേലൂയ. എന്ത് ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. റോഡിൽ കൂടെ പോകുന്ന വണ്ടിയാണ്, നമുക്ക് എടുത്ത് ചാടാനെങ്കിലും പറ്റും. ഇതെങ്ങോട്ടെടുത്ത് ചാടും? കടലിൽ ചാടാൻ പറ്റും? ഹല്ലേലൂയ. അപ്പോൾ അവരെന്ത് ചെയ്തു? അവനവന്റെ ദൈവത്തെ വിളിച്ച്, ദേവി ദേവന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒരു പ്രശ്നം വരുമ്പോൾ ആരായാലും എന്ത് ചെയ്യും? അവനവന്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. യോന എന്താ ചെയ്തത്? യോന ആരാണെന്ന് മനസ്സിലായി? ദൈവത്തിന്റെ പ്രവാചകനാണ്. ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയിട്ട് യോന പോയി ഹല്ലേലൂയ കപ്പലിന്റെ അടുത്തെത്തി പോയി സുഖമായി കിടന്നുറങ്ങി. ഹല്ലേലൂയ. അവസാനം യോനയെ കണ്ടുപിടിച്ചു. ഒരുത്തൻ മാത്രം കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു. ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്തു? ജീവനെ വേണ്ടി ദൈവത്തോട് നിലവിളിക്കുക. ഹല്ലേലൂയ. യോനയോട് കാര്യങ്ങൾ തിരക്കി. യോന കാര്യം പറഞ്ഞു. ഞാൻ ഓടിച്ചു പറയുകയാണ്. യോന കാര്യങ്ങൾ പറഞ്ഞു. ഹല്ലേലൂയ. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തെ ഞാൻ ഭജിച്ചു വരുന്നു. ആ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെയാണ് ഞാൻ ഈ കപ്പലിൽ കയറിയത്. അതുകൊണ്ടാണ് ഈ കപ്പലിൽ ഇത്രയും പ്രശ്നമുണ്ടാക്കിയത്. യോന കാര്യം സമ്മതിച്ചു. പലപ്പോഴും നാം ചിന്തിക്കണം, നമ്മുടെ വാക്കോ നമ്മുടെ പ്രവൃത്തിയോ നമ്മുടെ സംസാരവുമായിരിക്കാം നമ്മുടെ കുടുംബത്തിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്കൊരു തടസ്സം.
ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഹല്ലേലൂയ പ്രശ്നങ്ങൾ ഉണ്ടാകും, നമുക്കൊരു ഉയർച്ചയില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഇല്ലാത്തതിന്റെ കാരണം ചിലപ്പോൾ നമ്മുടെ സംസാരമായിരിക്കാം, നമ്മുടെ പ്രവൃത്തിയായിരിക്കാം. ഹല്ലേലൂയ. യോന പറയുന്നു, ഹല്ലേലൂയ, ഞാൻ കാരണമാണ് നിങ്ങൾക്ക് ഈ വിപത്ത് ഇവിടെ വന്നത്. ഞാൻ ഒറ്റ കാരണമാണ് അത് നിങ്ങളെല്ലാം ഇപ്പൊ മരണത്തെ മുഖാമുഖം കണ്ടത്. ഹല്ലേലൂയ. അവര് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഹല്ലേലൂയ. യോന പറഞ്ഞു, ഹല്ലേലൂയ, ഞങ്ങൾ ഈ സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ യോന പറഞ്ഞു, എന്നെ എടുത്ത് സമുദ്രത്തിലേക്ക് ഇട്ടേര്, അപ്പോൾ സമുദ്രം അടങ്ങും. ഹല്ലേലൂയ. എന്നിട്ടും അവരെന്ത് തയ്യാറായില്ല, ഒരു മനുഷ്യജീവനെ കൊല്ലുവാൻ അവർ തയ്യാറായില്ല. അവരെന്ത് ചെയ്തു? വീണ്ടും ഹല്ലേലൂയ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന സാധന സാമഗ്രികൾ ചരക്കുകളൊക്കെ എടുത്ത് വെള്ളത്തിൽ കളഞ്ഞു. ഹല്ലേലൂയ. അതിന്റെ ഹല്ലേലൂയ കപ്പല് ഹല്ലേലൂയ ഭാരം കുറച്ചു. എന്നിട്ടും ഹല്ലേലൂയ ഒന്നും സംഭവിച്ചില്ല. മേൽക്കുമേൽ എന്ത് ചെയ്തു? ഹല്ലേലൂയ കടലിൽ ശോഭിച്ചുകൊണ്ടേയിരുന്നു, തിരമാലകൾ വീണ്ടും ആഞ്ഞടിച്ചുകൊണ്ടേയിരുന്നു. അല്ല അവസാനം യോനയെ എടുത്ത് സമുദ്രത്തിലിട്ടു, സമുദ്രം അടങ്ങി. ഹല്ലേലൂയ. യോനയെ എപ്പോ എടുത്ത് സമുദ്രത്തിലിട്ടോ അപ്പോൾ സമുദ്രം അടങ്ങി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ ഹല്ലേലൂയ എടുത്തു കളയുമ്പോൾ അടങ്ങേണ്ടത് ചിലത് അടങ്ങും. ഹല്ലേലൂയ. അടങ്ങേണ്ടത് അടങ്ങണമെങ്കിൽ എടുത്തു കളയേണ്ടതിന് എന്ത് ചെയ്യണം? എടുത്തു കളയണം. ഹല്ലേലൂയ. യോനയെ ഹല്ലേലൂയ എടുത്ത് വെള്ളത്തിലിട്ടു, അപ്പോൾ തന്നെ എന്ത് ചെയ്തു? സമുദ്രം അടങ്ങി. അടുത്തതാണ് ഹല്ലേലൂയ യോനയെ വിഴുങ്ങേണ്ടതിന് ദൈവം ഒരു മഹാ മത്സ്യത്തെ കൽപ്പിച്ചായി. ഹല്ലേലൂയ. ഞാൻ ഓടിച്ചു പറയുകയാണ്, മത്സ്യം ഹല്ലേലൂയ യോനയെ വിഴുങ്ങി. അടുത്തത് 3 ദിവസത്തിന് ശേഷം, 3 രാവ് 3 പകലിന് ശേഷം ഹല്ലേലൂയ എന്ത് ചെയ്തു? ഈ മത്സ്യം ദൈവ കൽപ്പന അനുസരിച്ച് യോനയെ ഛർദ്ദിച്ചു. അടുത്തത് ഹല്ലേലൂയ യോന വീണ്ടും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് ഹല്ലേലൂയ ദൈവത്തോട് നിലവിളിച്ചു. അവിടെ കിടന്ന് മനസ്സാന്തരപ്പെട്ടു. ഹല്ലേലൂയ. അതിനുമുണ്ട് അവസരമുണ്ടായിരുന്നു അല്ലെ? ഇതിന് വല്ല ആവശ്യമുണ്ടായിരുന്നു? ഇതൊരാവശ്യമില്ലായിരുന്നു. 3 രാവും 3 പകലും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് പുതിയ തീരുമാനമെടുത്തു. നമ്മളും പലപ്പോഴും അങ്ങനെ, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ദൈവത്തെ ഓർക്കത്തില്ല. പ്രശ്നങ്ങൾ വരുമ്പോഴാണ് തീരുമാനമെടുക്കുന്നതും പ്രതിഷ്ഠ എടുക്കുന്നതും ഒക്കെ. ഹല്ലേലൂയ. ഇവിടെ യോനയും മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ഹല്ലേലൂയ നിലവിളിച്ചു, ദൈവത്തോട് പറഞ്ഞു, എനിക്കൊരു അവസരം തന്നാൽ ഞാൻ പോയി ചെയ്യാം. അങ്ങനെ യോന ഹല്ലേലൂയ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് മത്സ്യം യോനയെ ഹല്ലേലൂയ കരയ്ക്ക് ഛർദ്ദിച്ചു. അവിടുന്ന് ഹല്ലേലൂയ യോന വീണ്ടും നിനവേലേക്ക് പോയി അവിടെ പോയി പ്രസംഗിച്ചു. അവിടെ ഹല്ലേലൂയ പ്രസംഗം കേട്ട് രാജാവ് മുതൽ ഹല്ലേലൂയ പാല് കുടിക്കുന്ന കുഞ്ഞു വരെ ഹല്ലേലൂയ മൃഗങ്ങൾ വരെ എന്ത് ചെയ്തു? ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നു. ദൈവം എന്താണോ അവരുടെ ജീവിതത്തിൽ നടത്തുമെന്ന് പറഞ്ഞത് അത് ദൈവം നടത്തിയില്ല. കാരണം അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നതുകൊണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ പ്രശ്നങ്ങൾ മാറിപ്പോകും. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ അവര് ഒരുമിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നപ്പോൾ അതിന്റെ വാക്യം ഇങ്ങനെയാണ്, അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവർത്തിയിൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുദപിച്ചത് വരുത്തിയതുമില്ല. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്തു? അവരുടെ പ്രവർത്തിയിൽ എന്ത് ചെയ്തു? കണ്ടു. പറച്ചിലല്ല, പറയാൻ എല്ലാവർക്കും കഴിയും അല്ലെ? തീരുമാനിക്കാൻ എല്ലാവർക്കും കഴിയും, പക്ഷെ ചെയ്ത് കാണിക്കാൻ ആർക്ക് കഴിയും? ഇവരത് ചെയ്ത് കാണിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം വരുത്തിയില്ല. യോന എന്ത് ചെയ്തു? ഹല്ലേലൂയ നോക്കി, കുടില് കെട്ടി നോക്കിയിരിക്കും, ഇപ്പോൾ നശിക്കും, ഇപ്പോൾ നശിക്കും. ഹല്ലേലൂയ. അങ്ങനെ യോന ദേഷ്യപ്പെട്ടിച്ച് ലാസ്റ്റ് ഹല്ലേലൂയ യോന പറയുവാണ്, എന്റെ പ്രാണനെ അങ്ങ് എടുത്തോ, എനിക്ക് ജീവിച്ചത് മതി. എന്തിനാ? ഹല്ലേലൂയ ഈ നിലവെ നശിക്കാതിരുന്നല്ലോ. ഹല്ലേലൂയ. എന്നിട്ട് അടുത്തത് ഹല്ലേലൂയ ഈ യോനയ്ക്ക് ഹല്ലേലൂയ തണലിന് വേണ്ടി ദൈവം ഒരു ആവണക്കിനെ കൽപ്പിച്ചുണ്ടാക്കി. ആവണക്ക് നിമിത്തം യോന സന്തോഷിച്ചു. അടുത്തത് ഈ ആവണക്കിലെ ഇലയെ ഹല്ലേലൂയ നശിപ്പിക്കുവാൻ വേണ്ടി ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. ഹല്ലേലൂയ. അത് കഴിഞ്ഞ ശേഷം ഹല്ലേലൂയ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോൾ അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. ഞാൻ പറഞ്ഞതിന്റെ സാരം ഹല്ലേലൂയ ദൈവത്തിന്റെ സൃഷ്ടികളിലായ മത്സ്യം ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചു. യോനയെ വിഴുങ്ങാൻ കൽപ്പിച്ചാക്കി, യോനയെ വിഴുങ്ങി. ഹല്ലേലൂയ. ഛർദ്ദിക്കുവാൻ പറഞ്ഞു, ഛർദ്ദിച്ചു. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ ആവണക്കിനെ ദൈവം കൽപ്പിച്ച് ഹല്ലേലൂയ നിർമ്മിച്ചു. അതിനെ കുത്തി ഹല്ലേലൂയ നശിപ്പിക്കുവാൻ വേണ്ടി ഒരു പുഴുവിനെ ദൈവം കൽപ്പിച്ചു. പുഴുവത് ചെയ്തു. ഒരു കിഴക്കൻ കാറ്റിനൊക്കെ. അപ്പൊ കാറ്റ്, പുഴു, മത്സ്യം, ആവണക്ക ഇതെല്ലാം ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചിട്ടും ദൈവത്തിന്റെ പ്രവാചകനായ യോന മാത്രം എന്ത് ചെയ്തില്ല? ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ സാരം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ദൈവത്തിന്റെ കൽപ്പനകളെ നാം അനുസരിക്കണം, ദൈവത്തിന്റെ വചനത്തെ നാം അനുസരിക്കണം. അങ്ങനെ അനുസരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറുവാൻ കഴിയത്തുള്ളൂ, മുന്നോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. ഈ വചനങ്ങളായി ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ഹല്ലേലൂയ. നല്ലൊരു വചന ശുശ്രൂഷ കിട്ടിയത് നമുക്ക് ദൈവത്തെ ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്താം. കരങ്ങളിൽ ശ്രമിച്ചാട്ടെ. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് കേട്ട വചനം പോലെ അനുസരണമുള്ളവരായി ദൈവത്തെ അനുസരിച്ച് മുന്നോട്ട് പോകാനിടയായിട്ട് തുടർന്ന് ഇന്നത്തെ യൂത്ത് സർവീസ് നല്ലൊരു വചനം തന്നു, നല്ല പാട്ടുകൾ തന്നു, നല്ല സങ്കീർത്തനങ്ങൾ തന്നു. ഏറ്റവും ദൈവത്തെ വളരെ അനുഗ്രഹമായി നടത്തി തുടർന്ന് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടത് ഇതിനെ മുൻപോട്ട് ക്ഷണിക്കും. പരിശുദ്ധനായ നിങ്ങളുടെ നല്ല പിതാവേ, ഇന്നത്തെ സമയം ദിവസം കർത്താവെ ഈ യൂത്ത് മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. കർത്താവെ ഇനി വരുന്ന അടുത്ത മീറ്റിംഗ് കർത്താവിന്റെ കൃപയാൽ നടക്കണമേ, പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നടക്കണമേ. ഞങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നിറയുവാൻ തക്കോണം ഇടയായി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സമയം ദിവസം കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുവാനും അനേക രോഗികൾ സൗഖ്യമാകുവാനും അനേകർ വിടുതൽ പ്രാപിക്കുവാനും അനേകർ യേശുവിനെ അറിയുവാനും ഇടയായി തീരട്ടെ. അനേകർ കടന്നു വരണമേ. നിങ്ങളുടെ ഈ സഭയെ അതിവിശാലമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടെ നിന്ന് കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമം